കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ സുധീഷ് നിധിയുടെ ബർത്ത്ഡേ സർപ്രൈസായി കേക്ക് നൽകി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രാത്രി 11 മണിക്ക് ശേഷം സുഭാഷ് ഏട്ടനും കൂട്ടരും ഉറങ്ങിക്കഴിഞ്ഞ് സുധീഷ് കേക്കുമായി വീട്ടിലേക്ക് വരികയാണ്. അവൻ അവരെയൊന്നും ഉണർത്താതെ അവിടെയെല്ലാം വൃത്തിയാക്കി ഒരു ടീപ്പോയെല്ലാം കൊണ്ടുവച്ച് അതിൽ കേക്കും മെഴുകുതിരികളും വെച്ച് അലങ്കരിക്കുകയാണ്. പിന്നീട് നിധിക്ക് മാത്രം സ്പെഷ്യലായി ഹാർട്ട് ഷേപ്പ് ഡിസൈൻ ചെയ്ത ഒരു കേക്ക് കൂടി അവൻ നിലത്ത് കൊണ്ട് വെക്കുക. 12 മണിയാവാൻ തുടങ്ങുമ്പോഴേക്കും അവൻ സുഭാഷ് ഏട്ടനെയും കൂട്ടരെയും വിളിച്ചുണർത്തി നിധിയുടെ ബർത്ത്ഡേ ആണെന്നും സർപ്രൈസായി കേക്ക് മുറിക്കാൻ പോവുകയാണെന്നും പറയുകയാണ്. അവരും സന്തോഷത്തോടെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴേക്കും സുധീഷിന്റെ കേക്ക് ഡെക്കറേഷൻ എല്ലാം കണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴാണ് താഴെ മാറ്റിവെച്ചൊരു കേക്ക് അവർ ശ്രദ്ധിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കെ തൻ്റെ പ്രണയത്തിന്റെ പ്രതീകമായി നിധിക്ക് മാത്രമായി കഴിക്കാനായി വാങ്ങിച്ച കേക്കാണതെന്ന് സുധീഷ് പറയുന്നുണ്ട്. 12 മണിയാവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവളെ വിളിക്കാൻ പോവാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ ആ റൂമിലേക്ക് പോകുന്നത് പ്രശ്നമാവുമെന്ന് സുഭാഷ് ഏട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയല്ലേ വിളിക്കുന്നത്, അത് പ്രശ്നമാവില്ലെന്ന് പറഞ്ഞ് സുധീഷ് തന്നെ അവളെ വിളിക്കാനായി പോവുകയാ. അവൻ ചെന്ന് ഡോറിൽ മുട്ടി വിളിക്കുമ്പോഴേക്കും നിധിയും ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് വന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുകയാ. സുധീഷ് അവൾക്ക് ഒരു ബൊക്കെ നൽകി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോഴേക്കും അവളും സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും താങ്ക് യു പറഞ്ഞ് ആ ബൊക്കെ വാങ്ങുകയാ. സുധീഷിന് എങ്ങനെ അറിയാമെന്ന് അവൾ ചോദിക്കേ അതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി നിധി വായെന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാനായി അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാ. എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച് ഹാപ്പി ബർത്ത്ഡേ പാടി അവളെ സ്വീകരിക്കുമ്പോഴേക്കും കത്തിച്ചു വെച്ച മെഴുകുതിരികളും കേക്കും കണ്ട് അവളും അത്ഭുതത്തോടെ നോക്കി നിൽപ്പാം. എല്ലാവരും സന്തോഷത്തോടെ അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോഴേക്കും അവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. നിധിക്ക് വേണ്ടി താൻ വാങ്ങിച്ചതാണെന്ന് സുധീഷ് പറയുമ്പോഴാണ് തറയിൽ മാറ്റിവെച്ച കേക്കും കൂടി ശ്രദ്ധിച്ച് ഇതെന്താ 2 കേക്കൊക്കെ എന്ന് നിധി ചോദിക്കുന്നത്. താഴെ ഇരിക്കുന്നത് നിധിക്ക് സ്പെഷ്യലായി വാങ്ങിച്ചതാണെന്നും അത് മുഴുവൻ നിധി കഴിക്കണമെന്നും സുധീഷ് പറയുകയാ. 12 മണിയായെന്ന് നികേഷ് ഓർമ്മിപ്പിക്കേ സുധീഷ് അവളോട് കേക്ക് കട്ട് ചെയ്യാനായി പറയുന്നുണ്ട്. അങ്ങനെ അവൾ ആഘോഷപൂർവ്വം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നൽകുകയാ. അപ്പോഴാണ് അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന അച്ഛനും മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ചത് കണ്ട് ദീപാവലിയാണോ എന്ന് ചോദിക്കുന്നത്. തൻ്റെ ബർത്ത്ഡേ ആണെന്ന് നിധി പറയേ അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവൾക്ക് സ്പെഷ്യലായി ഒരു പാട്ട് പാടി കൊടുക്കുകയാ അച്ഛൻ. അത് സഹിക്കാനാവാതെ ഹരീഷ് അച്ഛനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ തുടങ്ങുമ്പോഴേക്കും ബാത്റൂമിൽ പോവാനായി എഴുന്നേറ്റ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ നോക്കുകയാണോ എന്ന് അച്ഛനും ദേഷ്യപ്പെടുകയാ. നിധി അച്ഛനെ ഒരു കേക്ക് കഷ്ണം കൊടുക്കുമ്പോഴേക്കും താൻ ബാത്റൂമിൽ പോയി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ ബാത്റൂമിലേക്ക് പോവുകയാ. നിധി വീണ്ടും എല്ലാവർക്കും കേക്ക് കൊടുക്കുമ്പോഴാണ് താഴെ ഇരിക്കുന്ന കേക്ക് കൂടി കട്ട് ചെയ്യാനായി സുധീഷ് പറയുന്നത്. അവളത് സമ്മതിക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വന്ന അച്ഛൻ അറിയാതെ നിലത്ത് വെച്ച ആ കേക്കിലേക്ക് ചവിട്ടുന്നത്. കാലിലെന്തോ ഒട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് അച്ഛൻ ബഹളം വെക്കുമ്പോഴേക്കും തന്റെ ഹേർട്ടെന്ന് പറഞ്ഞ് സുധീഷും ടെൻഷനോടെ നോക്കി നിൽപ്പാ. സുധീഷ് അച്ഛനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും നടക്കുന്ന വഴിയിൽ കേക്ക് കൊണ്ടുവച്ചതിനെ ചൊല്ലി അവനെ വഴക്കു പറഞ്ഞ് അച്ഛനും ഉമ്മറത്തേക്ക് പോവുകയാ. സുഭാഷ് ഏട്ടൻ സുധീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും താൻ അത്രയും ആഗ്രഹിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് സുധീഷും സങ്കടത്തോടെ നിൽക്കുകയാ. ആ കേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് ഒഴിവാക്കാനായി സുഭാഷ് ഹരീഷിനോടായി പറയുമ്പോഴേക്കും അവൻ അതുമായി പുറത്തേക്ക് പോവുകയാ. സുധീഷിന്റെ വിഷമം ശ്രദ്ധിക്കുന്ന നിധിയും വീണ്ടും ഒരു കഷ്ണം കേക്ക് കട്ട് ചെയ്തെടുത്ത് നല്ല കേക്കാണെന്നും തനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും പറഞ്ഞ് കഴിക്കുകയാ. ഏടത്തിയുടെ വീട്ടിലും ഇതുപോലെ കേക്കെല്ലാം കട്ട് ചെയ്യാറുണ്ടോ എന്ന് നികേഷ് ചോദിക്കേ കേക്കെല്ലാം കട്ട് ചെയ്യാറുണ്ടെന്നും പക്ഷേ രാത്രി 12 മണിക്ക് എഴുന്നേൽപ്പിച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായാണെന്നും സന്തോഷത്തോടെ പറഞ്ഞ് സുധീഷിനെ താങ്ക്സ് പറയുകയാ അവൾ. അത് കേൾക്കെ ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടെ എല്ലാം നിധിക്ക് വേണ്ടിയാണെന്ന് സുധീഷും പറയുകയാ. പിന്നീട് രാവിലെയാവുമ്പോൾ സുഭാഷ് ഏട്ടൻ എല്ലാവർക്കും പായസം കൊണ്ടുവന്ന് കൊടുക്കുകയാ. തന്റെ ജീവിതത്തിലും പല നല്ല കാര്യങ്ങളും നടന്നിട്ടും സുഭാഷ് ഏട്ടൻ ഇതുവരെ പായസം ഉണ്ടാക്കിയില്ലെന്ന് സുധീഷ് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിധി റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അവൾക്കും സുഭാഷ് ഏട്ടൻ പായസം കൊണ്ട് കൊടുക്കുകയാ. അവൾ സന്തോഷത്തോടെ അത് വാങ്ങി കുടിക്കുമ്പോഴേക്കും നിധിയുടെ ബർത്ത്ഡേക്ക് താൻ സുഭാഷ് ഏട്ടനെ കൊണ്ട് പറഞ്ഞുണ്ടാക്കിച്ച പായസമാണെന്ന് സുധീഷ് കള്ളം പറയുകയാ. അവന്റെ സന്തോഷത്തിനു വേണ്ടി സുഭാഷ് ഏട്ടനും അത് സമ്മതിച്ചു കൊടുക്കുകയാ. തന്റെ ബർത്ത്ഡേക്ക് ഇത്രയെല്ലാം ചെയ്ത സുഭാഷ് ഏട്ടനും കൂട്ടർക്കും നിധി വീണ്ടും താങ്ക്സ് പറയുകയാ. രാത്രി 12 മണിയാവാൻ നേരം സുധീഷ് ഏട്ടൻ വിളിച്ചപ്പോഴാണ് ബർത്ത്ഡേ ആണെന്ന് അറിയുന്നതെന്നും അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമാക്കാമായിരുന്നുവെന്നും നികേഷും പറയുന്നുണ്ട്. 12 മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്തത് തനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയെന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷ് എഴുന്നേറ്റ് അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ
എന്നവളെ വിഷ് ചെയ്യേ അവളും സന്തോഷത്തോടെ താങ്ക് യു പറയുകയാ. ഈ വർഷം നിധിക്കൊരു സൂപ്പർ വർഷമായിരിക്കും. നിധി വിചാരിച്ചതെല്ലാം നടക്കും. നിധിക്ക് ഇഷ്ടമുള്ളവരും നിധി ഇഷ്ടമുള്ളവരും എല്ലാം നിധിയുടെ കൂടെ തന്നെയുണ്ടാവും. അതിനുവേണ്ടി തന്റെ ആശംസകൾ എന്ന് സുധീഷ് അറിയിക്കേ അവൾ താങ്ക്സ് പറഞ്ഞ് കൈ പിൻവലിക്കുകയാണ്. സുധീഷ് ഏട്ടൻ ഓവറാക്കി എല്ലാം കുളമാക്കുമോ എന്ന് ഹരീഷും നികേഷിനോടായി ചോദിക്കുന്നുണ്ട്. സുധീഷ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിധിക്കൊരു പുതിയ ഡ്രസ്സ് എങ്കിലും വാങ്ങിക്കാമായിരുന്നു എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴാണ് താൻ നിധിക്കായി ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെന്നും നിധിക്ക് അത് ഇഷ്ടമാവുമോ എന്നറിയില്ലെന്നും അതുകൊണ്ടാ കൊടുക്കാതെ വെച്ചിരിക്കുന്നതെന്നും സുധീഷ് പറയെ കുഴപ്പമില്ല തന്നോളൂ എന്ന് നിധിയും. അത് കേൾക്കെ അവനും സന്തോഷത്തോടുകൂടി അവൾക്കായി താൻ വാങ്ങിച്ച ആ ഡ്രസ്സ് നൽകുകയാ. അവൾ അത് വാങ്ങി സന്തോഷത്തോടെ തുറന്നു നോക്കുമ്പോഴേക്കും അതിനകത്തൊരു സാരിയായിരുന്നു. അവൾ അത് വാങ്ങി തുറന്നു നോക്കുമ്പോഴേക്കും ഇഷ്ടമായോ എന്ന് സുധീഷൻ ചോദിക്കുക. സാരിയാണെന്ന് കണ്ട് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല കളർ എന്ന് പറഞ്ഞ് അവൾ അതുമായി തന്റെ റൂമിലേക്ക് പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടു കൂടി ഡാൻസ് കളിച്ച് സുഭാഷ് ഏട്ടനോടും കൂട്ടരോടുമായി തന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാ. അങ്ങനെ അവൻ അവരുമായി സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ നൽകിയ ആ സാരിയും എടുത്ത് നിധി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സാരിയിൽ അതീവ സുന്ദരിയായ നിധിയെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽപ്പാ സുധീഷും. അവൾ അവന്റെ അരികിലേക്ക് വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേ എന്നോടാണോ ചോദിക്കുന്നത് എന്ന് സുധീഷും. അതെ, സുധീഷ് വാങ്ങിച്ചു തന്ന സാരിയല്ലേ, അതുകൊണ്ടാ സുധീഷിനോട് ചോദിക്കുന്നത് എന്നവൾ പറയേ. സൂപ്പറായിട്ടുണ്ട്, ഞാൻ വിചാരിച്ചതിലും അതീവ സുന്ദരിയായിട്ടുണ്ട് നിധി എന്നവൻ പറയേ. നിധിയും സന്തോഷത്തോടുകൂടി അവന് താങ്ക്സ് പറയുകയാ. പിന്നീട് സുഭാഷ് ഏട്ടനോട് നിധി സുഭാഷ് ഏട്ടാ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേ. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴാണ് സന്തോഷം സഹിക്കാൻ കഴിയാതെ സുധീഷും മുറ്റത്ത് പോയി ഡാൻസ് കളിക്കുന്നത്. പിന്നീട് ഡാൻസ് എല്ലാം കഴിഞ്ഞ് അവൻ അകത്തേക്ക് കയറി വരുമ്പോഴേക്കും അവളെയും കൂട്ടി അമ്പലത്തിൽ പോകാനായി സുഭാഷ് ഏട്ടൻ പറയുകയാ. സുധീഷ് സന്തോഷത്തോടെ അത് സമ്മതിക്കുമ്പോഴേക്കും നികേഷിനെയും അമ്പലത്തിലേക്ക് പോകാനായി നിധി വിളിക്കുകയാ. താൻ വരുന്നില്ലെന്ന് നികേഷ് പറയുന്നുണ്ടെങ്കിലും ഏട്ടത്തി വീണ്ടും നിർബന്ധിക്കുക നികേഷും അമ്പലത്തിലേക്ക് പോവാൻ തയ്യാറാവുകയാ. അങ്ങനെ അവർ മൂന്നുപേരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ മറന്നെന്ന് പറഞ്ഞ് നികേഷ് സുധീഷിനും നിധിക്കും സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാ. സന്തോഷത്തോടെ നിധിയുമായി അമ്പലം ചുറ്റുന്നതിനിടയിൽ വീണ്ടും അവൻ അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുകയാ. എത്ര തവണ പറഞ്ഞു എന്ന് നിധി ചോദിക്കേ. ഇന്ന് മുഴുവൻ നിധിയുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഇന്ന് മുഴുവൻ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് സുധീഷും. പിന്നീട് താൻ വാങ്ങിച്ചു കൊടുത്ത സാരി നിധി ഉടുത്തതിന് സുധീഷ് അവളോട് താങ്ക്സ് പറയുകയാ. ബർത്ത്ഡേക്ക് വാങ്ങിച്ചത് ബർത്ത്ഡേക്ക് തന്നെ ഉടുക്കുന്നതാണല്ലോ നല്ലതെന്ന് നിധിയും. താൻ വാങ്ങിക്കുന്ന ഡ്രസ്സ് നിധിക്ക് ഇഷ്ടമാവുമോ എന്ന് സംശയമുണ്ടായിരുന്നുവെന്നും കുറച്ചു മുമ്പ് താൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സ് തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു തന്ന കാര്യവും സുധീഷ് അവളെ ഓർമ്മിപ്പിക്കുകയാ. അതുപോലെ ഈ ഡ്രസ്സും തിരിച്ചു തരുമോ എന്നൊരു പേടി ഉള്ളിലുണ്ടായിരുന്നുവെന്ന് സുധീഷ് പറയുകയാ. അത് കേൾക്കെ നിധിയും പറയുന്നുണ്ട് അന്ന് നമ്മൾ തമ്മിൽ ഒരു റിലേഷനും ഉണ്ടായിരുന്നില്ലല്ലോ. സുഭാഷ് ഏട്ടൻ വാങ്ങിച്ചു തന്നതായിരുന്നുവെങ്കിൽ ചേട്ടൻ വാങ്ങിച്ചു തന്നതുപോലെ സ്വീകരിക്കുമായിരുന്നു. സുധീഷ് അന്ന് വാങ്ങിച്ചു തന്ന സമയത്ത് നമുക്കിടയിൽ ഒരു റിലേഷനും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷും പ്രതീക്ഷയോടെ സന്തോഷത്തോടെ അവൾ പറയുന്നത് നോക്കി നിൽപ്പാം. ഇനി നമ്മൾ ഡിവോഴ്സ് ആവാൻ പോവുകയല്ലേ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ആയി ഡ്രസ്സ് വാങ്ങിച്ചു തന്നാ ഞാൻ വാങ്ങണമല്ലോ എന്നവൾ പറയുന്നത് കേൾക്കെ നിരാശയോടെ ഓ അങ്ങനെയാണല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. തന്റെ മനസ്സിനും സന്തോഷം നൽകുന്ന പോലെ നിധിയിൽ നിന്നും ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹിച്ച് സുധീഷ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. അപ്പോഴേക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നികേഷും അങ്ങോട്ടെത്തുകയാ. പിന്നീട് സുധീഷ് നിധിയെ ഇംപ്രസ് ചെയ്യിക്കാനായി ഒരു ശയന പ്രദക്ഷിണമെല്ലാം നടത്തുകയാ. അതിനിടയിൽ പെട്ടെന്ന് ഓഫീസിലേക്ക് എത്താനായി പറഞ്ഞ് നിധിക്ക് ഒരു കോൾ വരികയാ. ശയന പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് സുധീഷിനെ നോക്കാനായി നികേഷിനെ ഏൽപ്പിച്ച് നിധി അവരോട് യാത്ര പറഞ്ഞു പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷും തന്റെ കള്ള ശയന പ്രദക്ഷിണം അവസാനിപ്പിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടന്റെ ഓവർ പെർഫോമൻസ് കൊണ്ട് ഒന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ലെന്ന് നികേഷും അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഓഫീസിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന നിധിയുടെ മൊബൈലിലേക്ക് ഗോപി സാറിന്റെ വൈഫ് വിളിച്ച് അവളെ വഴക്കു പറയുന്നുണ്ട്. തന്റെ ഹസ്ബൻഡിനെ രാത്രി വിളിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞ് അവർ നിധിയെ വഴക്കു പറയുമ്പോഴേക്കും അവർക്ക് ആള് മാറിയതാകാമെന്ന് നിധിയും പറയുന്നുണ്ട്. തന്റെ ഭർത്താവിനെ വിളിച്ച് എവിടെ വേണേലും വരാമെന്ന് പറഞ്ഞത് താൻ കേട്ടില്ലെന്ന് വിചാരിക്കരുതെന്ന് അവർ പറയേ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് നിധിയും. അങ്ങനെ അവർ രണ്ടുപേരും ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കൂടുകയാ. ഇത് ശ്രദ്ധിക്കുന്ന ദിവ്യയും നിധിയോട് കാര്യം എന്താണെന്ന് ചോദിക്കുകയാ. റോങ് നമ്പറിൽ നിന്ന് വിളിച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണെന്ന് നിധിയും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവരോടൊക്കെ എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത്, കോൾ വെക്കുന്ന ദിവ്യ പറയെ നിധി പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുകയാ.
ഇങ്ങനെയുള്ള റോങ് കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്തതെന്ന് ദിവ്യയും നിധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിധി കോൾ കട്ട് ചെയ്ത ദേഷ്യത്തിൽ ഗോപി സാറിന്റെ ഭാര്യ വീണ്ടും അവളെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗോപി സാർ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവരുടെ ദേഷ്യത്തോടുള്ള നിൽപ്പ് കണ്ട് കാര്യം എന്താണെന്ന് ഗോപി സാർ ചോദിക്കേ, അയാളെ വിളിച്ച് വരാമെന്ന് പറഞ്ഞവൾക്ക് താൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നും അത് ചോദിച്ചാൽ തന്നെ അവൾ ചോദ്യം ചെയ്തെന്നും ഇങ്ങനെയൊക്കെ പറയാൻ അവളെ പഠിപ്പിച്ചത് അയാളാണോ എന്നും അവൾ ഗോപി സാറിനോട് ചോദിക്കുന്നുണ്ട്. അത് കേസിന്റെ കാര്യം സംസാരിക്കാനായി ആരെങ്കിലും വിളിച്ചതായിരിക്കും. എന്റെ പിന്നാലെ പെണ്ണുങ്ങൾ ചുറ്റി നടക്കാൻ ഞാൻ മന്മഥനാണല്ലോ, ഞാനൊരു സാധാരണ കോൺസ്റ്റബിൾ അല്ലേ എന്നൊക്കെ ഗോപി സാർ ചോദിക്കുന്നത് ഇഷ്ടമാവാതെ വീണ്ടും അവർ വഴക്കു കൂടുമ്പോഴാണ് ഗോപി സാറിന്റെ മൊബൈലിലേക്ക് നിധി വിളിക്കുന്നത്. താൻ വിളിച്ച കാര്യവും പറഞ്ഞ് അവൾ വിളിക്കുകയാവുമെന്ന് പറഞ്ഞ് വീണ്ടും അയാളുടെ ഭാര്യ വഴക്കു കൂടുകയാ. നിനക്ക് ഭ്രാന്താണെന്ന് ഗോപി സാർ പറയേ, അവളും അതുതന്നെയാ പറഞ്ഞത്, എനിക്ക് ഭ്രാന്താണെന്ന്. രണ്ടുപേരും പ്ലാൻ ചെയ്ത് പറയുന്നതാണല്ലേ എന്നവർ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇക്കാര്യം നാട്ടിലൊന്ന് ഇറങ്ങി പറഞ്ഞു നോക്ക്, എല്ലാവരും നിനക്ക് ഭ്രാന്താണെന്ന് പറയും. ഇത് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കോളുകളാ, അനാവശ്യമായി ഇതിൽ തലയിടാതെ നിന്റെ ജോലി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗോപി സാർ മൊബൈലുമായി പുറത്തോട്ടിറങ്ങി നിധിയുടെ കോൾ അറ്റൻഡ് ചെയ്യുക. സ്റ്റേഷനിലേക്ക് എപ്പോൾ വരണമെന്ന് നിധി ചോദിക്കെ എപ്പോൾ വേണേലും വരാമെന്ന് ഗോപി സാറും. തനിക്ക് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയില്ലെന്ന് നിധി പറയേ, ആ സ്റ്റേഷനിൽ വെച്ചല്ലേ കല്യാണം നടന്നത്, അത് ഇയാൾക്ക് അറിയില്ലേ എന്ന് ഗോപി സാറും. തനിക്ക് ഓർമ്മ വരുന്നില്ലെന്ന് നിധി പറയേ, ഗോപി സാർ വാമനപുരം പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി അവൾക്ക് പറഞ്ഞു കൊടുക്കുക. താൻ ഉടനെ വരാമെന്ന് നിധി പറയേ, നേരിൽ വന്ന് കാണണമെന്ന് പറയുന്നത് എന്താ, സുധീഷ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് ഗോപി സാർ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ലെന്നും ഗോപി സാറിനെ നേരിട്ട് കണ്ട് വേറൊരു വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്നും താൻ ഉടനെ വരാമെന്നും നിധി പറയേ, ഗോപി സാർ അവൾക്കുള്ള വഴി പറഞ്ഞുകൊടുത്ത് 6 മണി വരെ താൻ സ്റ്റേഷനിലുണ്ടാവുമെന്നും അതിനുള്ളിൽ എത്തണമെന്നും അറിയിച്ച് കോൾ വയ്ക്കുകയാ. 6 മണിക്ക് മുമ്പേ ഗോപി സാർ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞതോർത്ത് ടെൻഷനോടെ എങ്ങനെ ലീവ് ചോദിക്കുമെന്നോർത്ത് നിധി ഇരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങോട്ട് വരുന്നത്. അവൾ എഴുന്നേറ്റ് ചെന്ന് തനിക്ക് 2 hours ലീവ് വേണമെന്നും വാമനപുരത്തേക്ക് പോവാനാണെന്നും പറയേ, ലീവ് ചോദിക്കാൻ ഇങ്ങനെ അപേക്ഷിക്കേണ്ടതില്ലെന്നും ലീവ് എന്ന് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ചെയ്താൽ മതിയെന്നും പക്ഷേ വർക്കെല്ലാം കൃത്യമായിരിക്കണമെന്നും സിദ്ധാർത്ഥ് അവൾക്ക് സമ്മതം നൽകുക. അവൾ വാമനപുരത്തേക്കാണെന്നറിഞ്ഞ് താനും ആ വഴിക്കാണ് പോകുന്നതെന്നും താൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ടെങ്കിലും താൻ ബസ്സിൽ പോയിക്കൊള്ളാമെന്ന് നിധി പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് വീണ്ടും നിർബന്ധിക്കുന്നതോടെ നിധി അവന്റെ കൂടെ പോവാൻ തയ്യാറാവുകയാ. അവിടെ നിധിയുടെ ബർത്ത്ഡേ ആഘോഷമാക്കാൻ വീടെല്ലാം ബലൂൺ വെച്ച് അലങ്കരിക്കുകയാ സുധീഷും നികേഷും. സിദ്ധാർത്ഥും നിധിയുമൊത്ത് കാറിലുള്ള യാത്രയിൽ ഒരു പ്രണയഗാനവും വെച്ച് നിധിയെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് കാർ ഓടിക്കുകയാ. നിധി അതൊന്നും ശ്രദ്ധിക്കാതെ വേറെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. പാട്ടിനെ കുറിച്ച് ചോദിച്ച് സിദ്ധാർത്ഥം നിധിയോട് സംസാരിക്കാനായി തുടങ്ങുകയാ. പിന്നീട് അവൻ കോഫി കുടിക്കണമെങ്കിൽ വണ്ടി നിർത്താമെന്ന് പറയുന്നുണ്ടെങ്കിലും നിധി തനിക്ക് വേണ്ടെന്ന് പറയുകയാ. നിധിയുടെ സ്വന്തം നാട് തക്കലയിലാണല്ലേ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കെ അതെ എന്ന് നിധിയും. നിധി തിരുവനന്തപുരത്ത് എത്തിയിട്ട് എത്ര നാളായെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. 5 മാസമായെന്ന് നിധി പറയെ, അടുത്തിനി നാട്ടിലേക്ക് എന്നാ പോകുന്നതെന്ന് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട്. താൻ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്നത് വീട്ടിലാർക്കും ഇഷ്ടമല്ല. കുറേയധികം പ്രതീക്ഷകളോടെയാ താൻ ആർക്കിടെക്ട് പഠിച്ചത്. ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകണമെന്ന് കരുതിയതാ. പക്ഷേ വീട്ടുകാർക്ക് എന്നെ വിദേശത്ത് വിടാനോ ജോലിക്ക് തിരുവനന്തപുരത്തേക്ക് വിടാനോ താല്പര്യമില്ലായിരുന്നു. അവരുടെ വാക്കു കേൾക്കാതെയാ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. ഇക്കാര്യം പറഞ്ഞ് അവർക്ക് എന്നോട് ദേഷ്യമാ. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോവാറില്ലെന്ന് നിധി. അതുകൊണ്ടാണല്ലേ റിലേറ്റീവിന്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് സിദ്ധാർത്ഥൻ ചോദിക്കെ നിധി അത് സമ്മതിക്കുകയാണ്. ഇപ്പൊ വാമനപുരത്തേക്കാണല്ലോ പോകുന്നത്, അവിടെ ഏതെങ്കിലും റിലേറ്റീവ് ഉണ്ടോന്ന് സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട്. അവിടെയും ഒരു റിലേറ്റീവ് ഉണ്ടെന്നും അദ്ദേഹം പോലീസ് കോൺസ്റ്റബിൾ ആണെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വാമനപുരം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്നും നിധി പറയുകയാണ്. സിദ്ധാർത്ഥം അവളോട് താനും തന്റെ ഫ്രണ്ടും കൂടി ലോൺ എടുത്ത് ആ കമ്പനി തുടങ്ങിയ കഥകളെല്ലാം പറയുകയാ. അച്ഛൻ ബിസിനസ്സിന് വേണ്ടി ക്യാഷ് ഇറക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും താൻ അത് നിരസിച്ചതിനാൽ അച്ഛന് തന്നോട് ഭയങ്കര ദേഷ്യമാണെന്നും അച്ഛന്റെ ബിസിനസ് നടത്തിക്കൊണ്ടുപോവാൻ തന്നെ നിർബന്ധിക്കുന്നുണ്ടെന്നും താനും അച്ഛനുമായി ഒത്തുചേരില്ലെന്നും സിദ്ധാർത്ഥ് പറയുമ്പോഴാണ് നിധിയുടെ മൊബൈലിലേക്ക് അവളുടെ ഫ്രണ്ട് വിളിച്ച് അവളെ ബർത്ത്ഡേ വിഷ് അറിയിക്കുന്നത്. അവൾ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും താൻ ട്രാവലിലാണെന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുകയാ. ആ സംസാരം കേട്ട സിദ്ധാർത്ഥവും ഇന്ന് നിധിയുടെ ബർത്ത്ഡേ ആണോ, പറഞ്ഞതുകൂടിയില്ലല്ലോ, എനിവേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവളെ വിഷ് ചെയ്യുകയാ. അവൾ താങ്ക്സ് പറയുമ്പോഴേക്കും നേരത്തെ അറിയാമായിരുന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാമായിരുന്നുവെന്ന് സിദ്ധാർത്ഥും പറയുന്നുണ്ട്. ചോക്ലേറ്റുമായി ഓഫീസിലേക്ക് വന്ന് ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയാൻ താൻ സ്കൂൾ കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് നിധിയും. പിന്നീട് സിദ്ധാർത്ഥ് വഴിയിലൊരിടത്ത് കാർ നിർത്തി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും സിദ്ധാർത്ഥ് ഒന്ന് വേഗം വരണേ എന്ന് നിധിയും ടെൻഷനോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. സിദ്ധാർത്ഥ് ഒരു ചെറിയ കേക്കുമായി വന്ന് ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞ് അവളുടെ നേരെ നീട്ടുകയാ. ഇത് വാങ്ങാനായിരുന്നു പോയത് എന്ന് നിധി ചോദിക്കേ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ താനിത് ഓഫീസിൽ വെച്ച് ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്തേനെ.
റോഡിൽ വെച്ച് പറയുമ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു ചെറിയ സർപ്രൈസ് എന്ന് പറഞ്ഞ സിദ്ധാർത്ഥ് വീണ്ടും ആ കേക്ക് അവളുടെ നേരെ നീട്ടുകയാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എനിവേ താങ്ക് യു എന്ന് പറഞ്ഞ് നിധി ആ കേക്ക് വാങ്ങുകയാ. അത് കണ്ട് സന്തോഷത്തോടെ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് സിദ്ധാർത്ഥും പറയുകയാ. വീണ്ടും അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് യാത്ര തുടരുകയാ. അവിടെ സുഭാഷ് തന്റെ ജോലിസ്ഥലത്ത് അവിനാശിന്റെയും ചാന്ദിനിയുടെയും കൂടെ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാ. അധികം ബഹളമൊന്നുമില്ലാതെ ടെൻഷനോടെ ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാന്ദിനിയെ സുഭാഷും ശ്രദ്ധിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിനിടയിൽ മുഖം കറുപ്പിച്ചിരിക്കുന്ന അവളെ അവിനാശും വഴക്കു പറയുകയാ. എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കേ തന്റെ ഭാര്യയോ കുടുംബത്തിലുള്ളവരോ തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ താൻ എന്തു ചെയ്യുമെന്നും ചാന്ദിനി അവിനാശിനോടായി ചോദിക്കുകയാ. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ എന്താ കാര്യമെന്ന് സുഭാഷ് അവിനാശിനോടായി ചോദിക്കുന്നുണ്ട്. ചാന്ദിനിയെ തിരികെ നാട്ടിലേക്ക് വിളിക്കുന്നുണ്ടെന്നും അവൾക്ക് അങ്ങോട്ട് പോവാൻ ഇഷ്ടമല്ലെന്നും അവളുടെ മുറച്ചെറുക്കനുമായി അവളുടെ കല്യാണം നടത്തണമെന്നാണ് വീട്ടുകാർ ആഗ്രഹിക്കുന്നതെന്നും ചാന്ദിനിക്ക് അവനെ ഇഷ്ടമല്ലെന്നും അവൻ അത്ര നല്ലവനല്ലെന്നും പക്ഷെ പണക്കാരനാണെന്നും അതുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാം അവനെ കല്യാണം കഴിക്കാനായി ചാന്ദിനിയെ നിർബന്ധിക്കുകയാണെന്നും ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതും പറഞ്ഞാണ് രാവിലെ തൊട്ട് ഈ വഴക്കെന്നും അവിനാശ് പറയുന്നുണ്ട്. താൻ അങ്ങോട്ട് പോയാൽ തന്നെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്നും തനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്നും ഭയ്യ പോലും തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും എത്ര കാലു പിടിച്ചു പറഞ്ഞിട്ടും തന്നെ പറഞ്ഞു വിടാനാണ് ശ്രമിക്കുന്നതെന്നും ഈ കല്യാണം തനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലെന്നും ഇഷ്ടമില്ലാത്തയാളെ എങ്ങനെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് ചാന്ദിനി കരയാൻ തുടങ്ങുകയാ. അവിനാശും പറയുന്നുണ്ട് ഇവൾക്ക് ഈ കല്യാണം ഇഷ്ടമില്ലെന്നാണ് പറയുന്നത് സുഭാഷേട്ടാ. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവളെ കൊണ്ടുപോകാനായി എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും എന്നവർ പറയുന്നത് കേൾക്കെ സുഭാഷും പറയുന്നുണ്ട് അവർ വരട്ടെ അവിനാശ്, നമുക്ക് നോക്കാം, അല്ലാതെ ഇവളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്ന്. ആ കല്യാണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ വീട്ടുകാർ ഇതും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാ. എന്തു ചെയ്യുമെന്ന് അറിയില്ല. അവരാഗ്രഹിച്ചത് നടത്തുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച മട്ട. പക്ഷേ ഇവൾക്കത് ഇഷ്ടവുമല്ല. എന്നെക്കൊണ്ട് എങ്ങനെ ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയും? ഇക്കാര്യവും പറഞ്ഞാ എന്നും വഴക്കുണ്ടാവുന്നത് എന്ന് അവിനാശം നിസ്സഹായതയോടെ പറയുന്നുണ്ട്. സുഭാഷും പറയുകയാ നിങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം എങ്ങനെയുള്ള ആളുകളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പെണ്ണിന് ഇഷ്ടമില്ലാതെ ആ കല്യാണം നടത്താതിരിക്കുന്നതാ നല്ലത്. പാവം എത്ര സങ്കടത്തോടെയാ കരയുന്നതെന്ന് കണ്ടില്ലേ? ഇതവളുടെ ജീവിതമാണ് അവിനാശെ. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് അമ്മയും അച്ഛനും പോലും നിർബന്ധിക്കാൻ പാടില്ല. ദേഷ്യപ്പെട്ട് അവളെ പറഞ്ഞയക്കരുത്. ഇവൾ നിന്നെ വിശ്വസിച്ചല്ലേ ഈ നാട്ടിലേക്ക് വന്നത്. ഈ നാട്ടിൽ അവൾക്ക് വേറെ ആരെയും അറിയില്ല. ഇവിടുത്തെ ഭാഷയും അറിയില്ല. തന്റെ സങ്കടങ്ങൾ ആരോടും പറയാനും കഴിയില്ല. നീ വേണം അവളെ സമാധാനിപ്പിക്കാൻ എന്ന് സുഭാഷേട്ടൻ പറയേ. ശരി പയ്യ എന്ന് അവിനാശും പറയുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചാന്ദിനിയോടായി ചാന്ദിനി ആ ഷാദി നടക്കില്ല. നീ അതോർത്ത് വിഷമിക്കേണ്ട കേട്ടോ. നീ ഇവിടെ തന്നെ താമസിച്ചോ. അവിനാശ് നിന്നോട് പോവാൻ പറയില്ല. കരയാതെ കണ്ണു തുടയ്ക്കെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാ സുഭാഷ്. നിധിയും സിദ്ധാർത്ഥും അപ്പോഴേക്കും വാമനപുരത്തെത്തിയിരുന്നു. താൻ അവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ടെങ്കിലും സാറിനോട് താൻ ബസ്സിലാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നെന്നും കാറിൽ വന്നിറങ്ങുന്നത് കാണുമ്പോൾ വീണ്ടും ചോദ്യങ്ങളുണ്ടാവുമെന്നും അതുകൊണ്ട് താൻ ഇവിടെ ഇറങ്ങാമെന്നും നിധി പറയുകയാ. അത് സമ്മതിച്ച് വഴിയിലൊരിടത്ത് വണ്ടി നിർത്തി എപ്പോ തിരിച്ചു വരുമെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. അറിയില്ല, ചിലപ്പോ 1-2 മണിക്കൂർ എടുത്തേക്കുമെന്ന് നിധി പറയേ. തന്റെ സൈറ്റ് ഇവിടെ അടുത്താണെന്നും നിധി ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതിയെന്നും താൻ ഡ്രോപ്പ് ചെയ്യാമെന്നും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. അതൊന്നും വേണ്ടെന്നും താൻ ബസ്സിൽ തനിച്ചു പോയിക്കോളാമെന്നും നിധി പറയുന്നുണ്ടെങ്കിലും ബസ്സിലൊന്നും പോയി കഷ്ടപ്പെടേണ്ടെന്നും താനും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെയല്ലേ എന്നും താൻ ഡ്രോപ്പ് ചെയ്യാമെന്നും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. നിധി എന്തു മറുപടി പറയണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴേക്കും തനിക്കും 1 മണിക്കൂറത്തെ ജോലിയേ ഉള്ളൂവെന്നും നിധി ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ താൻ വന്ന് പിക്ക് ചെയ്യാമെന്നും ഒരു ബർത്ത്ഡേ ഗേൾ ബസ്സിലൊന്നും കയറി വരേണ്ട ആവശ്യമില്ലെന്നും താൻ കൂട്ടിക്കൊണ്ടു പോവാമെന്നും സിദ്ധാർത്ഥും തീർത്തു പറയുകയാണ്. ഓക്കെ അല്ലേന്ന് സിദ്ധാർത്ഥ് ചോദിക്കേ ഓക്കെ പറഞ്ഞ് നിധിയും കാറിൽ നിറങ്ങുകയാണ്. ഫ്രീ ആയിട്ട് വിളിക്കുന്ന സിദ്ധാർത്ഥ് പറയുമ്പോഴേക്കും നിധി അവനോട് യാത്ര പറഞ്ഞ് സ്റ്റേഷനിലേക്ക് നടക്കുകയാ. പിന്നീട് നിധി സ്റ്റേഷനിലെത്തി ഗോപി സാറിനെ കാണുമ്പോഴേക്കും ഡൈവോഴ്സിന്റെ കാരണം എന്താണെന്ന് സാർ ചോദിക്കുന്നുണ്ട്. താനും സുധീഷും തമ്മിൽ സെറ്റ് ആവില്ലെന്ന് നിധി പറയുകയാണ്. അങ്ങനെ സെറ്റ് ആവാതിരിക്കാൻ കാരണം എന്താണെന്നും സുധീഷ് അവളെ ടോർച്ചർ ചെയ്തോ എന്നും സാർ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് അവൾ പറയേ. വീട്ടിലെ ആരെങ്കിലും നിധിയെ ഉപദ്രവിച്ചോ എന്ന് സാറും. അതൊന്നുമില്ലെന്ന് നിധി പറയേ. നിധിയുടെ വീട്ടിൽ നിന്ന് ഡൈവോഴ്സ് ചെയ്യാനായി ഫോഴ്സ് ചെയ്യുന്നുണ്ടോന്ന് സാർ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് അവൾ പറയേ. ഡൈവോഴ്സിന്റെ കാരണം എന്താണെന്ന് സാർ വീണ്ടും ചോദിക്കുക. ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവില്ലെന്ന് നിധി വീണ്ടും പറയേ. അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾക്കു ശേഷമാ ഈ കല്യാണം നടന്നത്. ആ സുധീഷ് നിനക്ക് വേണ്ടി എത്രമാത്രം അടി വാങ്ങിച്ചു, അതെല്ലാം നീ മറന്നോ എന്ന് സാർ ചോദിക്കേ. ഞങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം സാറിനോട് ആരെ പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതിന് ഗോപി സാർ അവളെ വഴക്കു പറയുമ്പോഴേക്കും
തനിക്കിതിൽ സംശയമുണ്ടെന്നും മുമ്പും താൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത സമയത്ത് സാറ് വിളിച്ച് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നും സാറിന് ഇതെല്ലാം ആരാ ഇൻഫോം ചെയ്യുന്നെന്നും നിധി ചോദിക്കുന്നുണ്ട്. കുട്ടി ഇപ്പോൾ ഇതെല്ലാം അറിയേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് സാർ ചോദിക്കെ എനിക്കറിഞ്ഞേ മതിയാവൂ. ഞങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത് സാർ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ നിധി ചോദിക്കുമ്പോഴാണ് SI അങ്ങോട്ട് വരുന്നത്. എന്താ വിഷയം എന്ന് സാർ ചോദിക്കെ ഈ കുട്ടിക്ക് ഇവിടെ വെച്ചാ കല്യാണം നടത്തിയത്. 5 മാസം മുമ്പ് തക്കലയിലെ ബിസിനസ്സുകാരനായ രാജീവ് ശങ്കറിന്റെ മകൾ നിധി അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി വന്നില്ലേ, അന്ന് നമ്മൾ അവരുടെ വിവാഹം ഇവിടെ വെച്ചല്ലേ നടത്തിയത് എന്ന് ഗോപി സാർ ഓർമ്മിപ്പിക്കെ ഓ ആ കേസാണല്ലേ എന്ന് SI അന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്, ആ പെണ്ണാണല്ലേ ഇവൾ, കണ്ടിട്ട് 4-5 മാസം കഴിഞ്ഞില്ലേ, അതാ മറന്നതെന്ന് സാറും പറയുന്നുണ്ട്. സാർ അവളോട് ഇരിക്കാനായി പറഞ്ഞ് ഹസ്ബൻഡ് എല്ലാം എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിരിക്കുന്നുവെന്ന് നിധി പറയേ ഡൈവോഴ്സിന്റെ കാര്യം ഗോപി സാർ SIയോട് പറയുകയാ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്തു പോകണമെന്നും സാർ അവളെ ഉപദേശിക്കേ ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആവില്ലെന്ന് നിധിയും പറയുന്നുണ്ട്. ഗോപി സാറും പറയുന്നുണ്ട് സുധീഷിന് ഇവളെ ഇഷ്ടമാണ്, ഇവൾക്കാണ് സെറ്റ് ആവാത്തത്, സുധീഷ് ഇവളോടൊത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അത് കേൾക്കെ നിധിയും സംശയത്തോടെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾ കല്യാണം നടത്തി, പക്ഷേ ഡിവോഴ്സ് തരാൻ കോടതി തന്നെ വേണം എന്ന് പറയേ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ സാർ കറക്റ്റായി എനിക്ക് കോൾ ചെയ്തു. ഡിവോഴ്സിനെ എതിർത്ത് ഞങ്ങളോട് ഒന്നിച്ച് ജീവിക്കാനായി പറഞ്ഞു. സാർ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ സ്റ്റേഷനിലേക്ക് കാണാനായി വന്നത്. ഇനി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം അഡ്വക്കേറ്റ് എങ്ങാനും ഇയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് SIയോടായി നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെ അഡ്വക്കേറ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്ന ഫോർമാലിറ്റി ഒന്നും ഇല്ലെന്ന് SIയും പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം നടന്നവർക്ക് ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന ഒരു നിയമമില്ലേ സാർ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്നും ഒരുമിച്ച് ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും അവരവരുടെ ഇഷ്ടമാണെന്നും SI പറയേ സാർ എന്നെ വിളിച്ച് ഡൈവോഴ്സിന്റെ കാര്യം സംസാരിച്ചപ്പോൾ സാർ ഇതെങ്ങനെ അറിഞ്ഞു എന്നൊരു സംശയം എനിക്കുണ്ടായി എന്ന് നിധി പറയേ അതിനാണോ ഇത്രയും ദൂരം വന്നതെന്ന് SIയും ചോദിക്കുക. അതെ എന്ന് നിധി പറയേ ഗോപി സാറോട് ആരാ ഇക്കാര്യം പറഞ്ഞതെന്ന് SI ചോദിക്കുന്നുണ്ട്. സുധീഷ് തന്നെ കാണാൻ വന്നെന്നും വളരെ വിഷമത്തോടെ ഡൈവോഴ്സിനെ കുറിച്ച് പറഞ്ഞെന്നും തനിക്കും അത് കേട്ടപ്പോൾ വിഷമം തോന്നിയെന്നും അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞതെന്നും ഗോപി സാറും പറയുകയാ. അത് കേൾക്കെ നിധിയും അമ്പരപ്പോടെ സുധീഷ് കാണാൻ വന്നെന്നോ എന്ന് ചോദിക്കുക. അതെ, അവൻ വന്നു നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം പറഞ്ഞു, അവൻ അതിന് ഇഷ്ടമില്ലെന്നും പറഞ്ഞു. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് നടക്കുന്നതിലെ സങ്കടങ്ങളെല്ലാം അവൻ പറഞ്ഞു എന്ന് ഗോപി സാർ പറയുന്നത് കേൾക്കെ ഒരു ഞെട്ടലോടെ ഇരിപ്പാ നിധിയും. ഗോപി സാറും SIയോടായി പറയുന്നുണ്ട് ആ സുധീഷ് ഒരു പാവമാണ്, ഇവളോട് ഡൈവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷേ ഇവൾ കേൾക്കുന്നില്ല, ഇവളാണ് ഡൈവോഴ്സ് ചോദിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. നിധിയെ വിളിച്ചൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അവന്റെ സങ്കടം കണ്ട് ഞാൻ ഇവളെ കണ്ട് ഡിവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് പറഞ്ഞു എന്ന് ഗോപി സാർ പറയെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്തതിന് SI അയാളെ വഴക്കു പറയുകയാ. കഴിഞ്ഞ ദിവസം രാത്രി സുധീഷിനോട് ഇക്കാര്യത്തെക്കുറിച്ച് താൻ ചോദിച്ചതും താൻ ഗോപി സാറിനെ വിളിച്ചില്ലെന്ന് സുധീഷ് കള്ളം പറഞ്ഞതുമെല്ലാം നിധി ടെൻഷനോടെ ഓർത്തെടുക്കുകയാ. ടെൻഷനോടെ ഇരിക്കണ നിധിയെ കണ്ട് ഇക്കാര്യം ചോദിച്ചറിയാനാണോ ഇത്രയും ദൂരം വന്നതെന്ന് SI ചോദിക്കുമ്പോൾ അതെ എന്ന് നിധിയും. എന്ത് തീരുമാനമെടുത്താലും അതിനു മുന്നേ നന്നായി ആലോചിക്കണമെന്നും ഇത് തൻ്റെ ജീവിതമാണെന്നും SI അവൾക്ക് ഉപദേശം നൽകുന്നുണ്ട്. ഒരു കോൾ വരുമ്പോഴേക്കും SI അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അപ്പോഴാണ് നിധിയുടെ മൊബൈലിലേക്ക് വീണ്ടും ഗോപി സാറിന്റെ വൈഫ് വിളിക്കുന്നത്. നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അത് ശ്രദ്ധിച്ച് ഗോപി സാറും ആരാ സുധീഷാണോ എന്ന് ചോദിക്കേ ഒരു റോങ് നമ്പർ ആണെന്നും വെറുതെ വിളിച്ച് വഴക്ക് പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണെന്നും നിധി പറയേ ഗോപി സാർ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ മൊബൈൽ വാങ്ങി നോക്കുകയാ. അത് തന്റെ വൈഫിന്റെ നമ്പറാണെന്ന് കണ്ട ഗോപി സാറും ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കാനായി പറയുകയാ. സൈബർ കള്ളന്മാർ വളരെ അധികമുണ്ടെന്നും റോങ് നമ്പറിൽ നിന്ന് വിളിച്ച് നമ്മുടെ ക്യാഷ് എല്ലാം തട്ടിയെടുക്കുമെന്നും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തേക്കെന്നും ഗോപി സാർ പറയേ നിധി അന്ന് സമ്മതിച്ച് ആ കോൾ ബ്ലോക്ക് ചെയ്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഗോപി സാർ വീണ്ടും സുധീഷിനു വേണ്ടി വാദിക്കുകയാ. സുധീഷ് ഒരു പാവമാണെന്നും അത്രയും സങ്കടത്തോടെയാ അവൻ തന്റെ അരികിൽ ഡിവോഴ്സിന്റെ കാര്യം വന്നു പറഞ്ഞതെന്നും നിന്നെ പിരിയാനാവില്ലെന്ന് അവൻ സങ്കടത്തോടെ വന്നു പറഞ്ഞതുകൊണ്ടാണ് താൻ നിധിയെ വിളിച്ചതെന്നും തന്റെ അനിയനെ പോലെയാണ് സുധീഷിനെ കാണുന്നതെന്നും ഡൈവോഴ്സ് ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കാൻ നോക്കെന്നും ഗോപി സാർ പറയേ ഉറപ്പായും സുധീഷ് സാറിനെ കാണാൻ വന്നിരുന്നോ എന്ന് നിധിയും ചോദിക്കുക. അവൻ തന്റെ അരികിൽ വന്ന് വിഷമത്തോടെ സംസാരിച്ചെന്നും അവന്റെ സങ്കടം സഹിക്കാനാവാതെ മോളെ ഫോണിൽ വിളിച്ച് പറയാമെന്ന് കരുതി അവന്റെ മുന്നിൽ വെച്ച് തന്നെയാ താൻ അവളെ വിളിച്ചതെന്നും ഗോപി സാർ പറയുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നും സുധീഷ് നല്ലൊരു പയ്യനാണെന്നും അവർ ഒരുമിച്ച് ജീവിച്ചാൽ അത് തനിക്കും കൂടി സന്തോഷമാവുമെന്നും ഗോപി സാർ പറയേ
നിധിയും ഓക്കെ പറഞ്ഞ് അവിടുന്ന് പോവാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവളുടെ മനസ്സിലേക്കൊരു സംശയം കടന്നു വരുന്നത്. അവൾ വീണ്ടും ഗോപി സാറിന്റെ അരികിലേക്ക് വന്ന് ID പ്രൂഫ് ഒന്നുമില്ലാതെ കല്യാണം നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അതിന് കഴിയില്ലെന്ന് ഗോപി സാർ പറയേ, പിന്നെ ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നുവെന്ന് നിധി ചോദിക്കുന്നുണ്ട്. വീട് വിട്ടിറങ്ങുമ്പോൾ ആധാർ കാർഡോ പാൻ കാർഡോ അങ്ങനെ ഒരു ID പ്രൂഫും തന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്നും പിന്നെ എങ്ങനെ ഈ കല്യാണം നടന്നെന്നും നിധി ചോദിക്കേ, സുധീഷ് നിധിയുടെ ആധാർ കാർഡ് തന്നിരുന്നല്ലോ എന്ന് ഗോപി സാറും. അത് കേൾക്കേ നിധിയും ഒരു ഞെട്ടലോടെ അന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് ആധാർ കാർഡില്ലാതെ എങ്ങനെ മാരേജ് രജിസ്ട്രേഷൻ നടത്തിയെന്ന് നിധി ചോദ്യം ചെയ്ത കാര്യം ഓർത്തെടുക്കുകയാ. തനിക്കും അതിനെക്കുറിച്ച് അറിയില്ലെന്ന് അന്ന് സുധീഷ് പറഞ്ഞ കാര്യം അവൾ ഓർത്തെടുത്ത് സുധീഷ് തന്നോ എന്നവൾ സംശയത്തോടെ ഗോപി സാറോടായി ചോദിക്കുകയാണ്. അതേ മോളെ, പ്രൂഫ് ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റില്ല. അന്ന് സുധീഷ് അവളുടെ ആധാർ കാർഡ് മൊബൈലിൽ കാണിച്ചു തന്നതും അങ്ങനെ രജിസ്ട്രേഷൻ നടത്തിയതും പറയുകയാ. അത് കേൾക്കെ അവളും അമ്പരപ്പോടെ ഹോസ്റ്റലിൽ റൂം തിരഞ്ഞിറങ്ങിയ സമയത്ത് പ്രൂഫ് ഇല്ലാതെ ഹോസ്റ്റലിൽ പോലും റൂം കിട്ടില്ല. പിന്നെ കല്യാണം എങ്ങനെ നടന്നുവെന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നതും തനിക്കും അക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നും തന്റെ ആധാർ കാർഡ് കൊടുത്തിരുന്നുവെന്നും അതുപോലെ നിധിയും കൊടുത്തു കാണുമെന്ന് താൻ വിചാരിച്ചതെന്ന് സുധീഷ് പറയുന്നതും അവൾ ഞെട്ടലോടെ ഓർക്കുകയാണ്. അവൾ അമ്പരപ്പോടെ സത്യമാണോ സാർ ഈ പറയുന്നത് എന്ന് ചോദിക്കേ, മോളോട് ഞാൻ എന്തിനാ നുണ പറയുന്നത്? മോളുടെ ആധാർ കാർഡ് ചോദിച്ചപ്പോൾ അവൻ തന്നെയാണ് അവന്റെ മൊബൈലിൽ മോളുടെ ആധാർ കാർഡ് കാണിച്ചു തന്നത്. എന്തിനാ ഇപ്പോൾ ഇതെല്ലാം ചോദിക്കുന്നതെന്ന് സാർ ചോദിക്കേ, ഒന്നുമില്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനായി ചോദിച്ചതാ എന്ന് പറഞ്ഞ് നിധി യാത്ര പറഞ്ഞിറങ്ങുകയാ. സുധീഷ് തന്നെ ചതിയിലൂടെ കല്യാണം കഴിച്ചതാണെന്ന് മനസ്സിലാക്കിയ നിധിയും ഹൃദയം തകർന്ന് ആ പോലീസ് സ്റ്റേഷന്റെ പടിയിറങ്ങുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.